ചില വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ചേട്ടൻ അടിച്ച സാധനം എവിടെ കിട്ടും, അല്ലെങ്കിൽ കൂട്ടിയിട്ട് കത്തിച്ചതാണല്ലേ. ഒരു ഡിഫറൻ്റ് ആയ തോട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് എന്ന് വിളിക്കാവുന്ന തോട്ടിൻ്റെ ക്രെഡിറ്റ് കഞ്ചാവിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ക്രിയേറ്റീവ് തോട്ടിനെ കുറിച്ചിട്ടുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു എക്സ്പ്ലനേഷൻ. സ്റ്റെപ്പ് 1, എനിക്കൊരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങുന്നത് നോട്ട് നോയിങ്, അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിന്ന് തന്നെയാണ്. സ്റ്റെപ്പ് 2-ൽ അതിനെക്കുറിച്ച് കളക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അസംഷൻസ്, അനുമാനങ്ങളിൽ എത്തിച്ചേരാൻ ശ്രമിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ള അനുമാനങ്ങളാണ് ഞാൻ എന്താണെന്നുള്ളത് ഏകദേശം ഡിഫൈൻ ചെയ്തത്. ഇനി സ്റ്റെപ്പ് 3, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. നമ്മുടെ അനുമാനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി പുറത്തു നിന്ന് നോക്കുന്ന ഒബ്സർവർക്ക് തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് തോന്നുന്ന ദൂരെ മാറി കിടക്കുന്ന 2 പോയിന്റുകൾ അല്ലെങ്കിൽ 2 തോട്ടുകൾ, ഇതിനെ എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളിടത്താകാം അവർക്ക് അതിനെ ക്രിയേറ്റീവായി തോന്നുക. പക്ഷേ ഇതാ ക്രിയേറ്ററിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ദ വെരി നെക്സ്റ്റ്, ഏറ്റവും അടുത്ത പോസിബിൾ സ്റ്റെപ്പായിരുന്നിരിക്കാം ആ 2 പോയിന്റുകളെ കണക്ട് ചെയ്യുന്നത്. പക്ഷേ അത് ഒബ്സർവർക്ക് ഏറ്റവും ദൂരെ ഉള്ളതുമായിരുന്നിരിക്കാം. ഇതാണ് എൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഓഫ് ക്രിയേറ്റിവിറ്റി.